ദുബായ് വന്നിട്ടുള്ള എൻ്റെ ഫസ്റ്റ് ദിവാലിയാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മളങ്ങനെ ആഘോഷിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇവിടെ എനിക്ക് മാഡം ഇങ്ങനെ പൂജയൊക്കെ ചെയ്യുന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ തിരിച്ച് റൂമിൽ വന്ന് റെഡിയൊക്കെ ആയി. കാരണം ഞാൻ യൂണിഫോമാണല്ലോ. അപ്പോൾ ഇനി അവരൊക്കെ നന്നായി വരുമ്പോൾ ഞാനിനി മോശമാവണ്ടെന്ന് കരുതി ഞാൻ വന്ന് റെഡിയായി തിരിച്ച് പോകാമെന്നൊക്കെ കരുതി തിരിച്ച് റൂമിലോട്ട് തന്നെ വന്ന് ഫുൾ റെഡിയായി. അപ്പോൾ എൻ്റെ മനസ്സിലെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ടൈമായിട്ട് കാണുകയാണ്. പിന്നെ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് നല്ല ഉണ്ട് കേട്ടോ. കാരണം എങ്ങനെയാണ് എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. കാരണം എൻ്റെ കൂടെ ഉള്ളവരൊക്കെ പറയും ദീപാവലി കഴിഞ്ഞാൽ നമ്മുടെ ബർദുബായ് കാണാൻ നല്ല ഭംഗിയാണ്. ആ ആവേശത്തിൽ വന്നപ്പോഴാണ് ക്ലിനിക്കിലെ കീ എടുത്തിട്ടില്ല. പിന്നെ നന്ദിനി വരുന്നവരെ പുറത്ത് വെയിറ്റ് ചെയ്ത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സീറ്റ്സും കാര്യങ്ങളെല്ലാം കൊടുത്തു. പിന്നെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് പ്രഹസനൊക്കെ കാണിച്ച് മാഡത്തിനെയും സാറിനെയൊക്കെ വെയിറ്റ് ചെയ്തിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും മാഡം വന്നു. പിന്നെ ഞങ്ങൾ രംഗോലിയൊക്കെ മേക്ക് ചെയ്തു. അതിന് ശേഷം മാഡം സാറും കൂടെ പൂജയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അവരെ കുറച്ച് റിലേറ്റീവ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ശരിക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. കാരണം ഞാനിത് ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. പിന്നെ കുറേ സീറ്റ്സൊക്കെ കിട്ടി, അതിൻ്റെ സന്തോഷം എനിക്കുണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം പൂജയൊക്കെ ചെയ്ത് കുറച്ച് നേരം സംസാരിച്ചൊക്കെ നിന്ന് കുറച്ച് പിക്ചേഴ്സ് വീണ്ടും എടുത്ത് പിന്നെ അങ്ങോട്ട് ബർദുബായിലേക്ക് ഇറങ്ങി. എൻ്റെ പൊന്നു എന്ത് രസമായിരുന്നു അവിടെ കാണാൻ. ശരിക്കും നല്ല രസമായിരുന്നു. അവിടെയുള്ള ആ സൈഡിൽ ഒരു ഗ്രൗണ്ട് ഉണ്ട്. ആ ഗ്രൗണ്ടിൽ ഞങ്ങളെല്ലാവരും കുറേ ക്രാക്കേഴ്സൊക്കെ പൊട്ടിച്ചു. ശരിക്കും അടിപൊളിയായി, നല്ല രസമുണ്ടായിരുന്നു. ശരിക്കും എനിക്ക് നാട്ടിലെത്തിയൊരു ഫീലായിരുന്നു. ശരിക്കും എനിക്ക് വിഷുവിനൊക്കെ നമ്മൾ പടക്കം പൊട്ടിക്കില്ലേ, എനിക്ക് അങ്ങനെയൊക്കെ ആയിരുന്നു. എന്നിട്ട് നല്ല രസമായിരുന്നു കാണാൻ. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.